റാസൽഖൈമ എയർപോർട്ടിൽ കഴിഞ്ഞ ദിവസം ഒരു ചങ്ങാതി വന്നിറങ്ങി. യുദ്ധസമയമാണ്. കാണേണ്ടാത്ത പല കാഴ്ചകളും നമുക്ക് മുന്നിൽ അരങ്ങേറിക്കൊണ്ടിരിക്കും. ഒരു ശരാശരി ഇന്ത്യക്കാരനെ പോലെ. കഥാനായകനെ നമുക്ക് തൽക്കാലം സുഭാഷ് എന്ന് വിളിക്കാം. അദ്ദേഹവും മൊബൈൽ ഫോൺ എടുത്തു, വീഡിയോ ചിത്രീകരിച്ചു. കഥ കഴിഞ്ഞു. പുള്ളിയെ കാണാതെ ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലായിടത്തും അന്വേഷിച്ചു. തെരഞ്ഞ് ഷാർജ ഇന്ത്യൻ അസോസിയേഷനിലെത്തി. ഒടുവിൽ ഇന്ത്യൻ കോൺസുലേറ്റിലും പരാതിയുമായി ചെന്നു. ഇന്ത്യൻ കോൺസുലേറ്റിന്റെ കൂടി അന്വേഷണത്തിൽ കാര്യം മനസ്സിലായി. ദേശസുരക്ഷ, നാഷണൽ സെക്യൂരിറ്റി എന്ന വകുപ്പ് ചുമത്തി ആളിപ്പോൾ അകത്താണ്. ഈ ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് ഓരോ രാജ്യത്തിനും ആ രാജ്യത്തിന്റെ അതിർത്തിയും ഡിഗ്നിറ്റിയും കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള നിയമങ്ങളും നടപ്പാക്കും. ദേശസുരക്ഷയെ ഇപ്പോൾ നമുക്കെങ്ങനെ ചോദ്യം ചെയ്യാൻ സാധിക്കും? അതിലൊക്കെ നമുക്ക് ലിമിറ്റേഷൻ ഇല്ലേ എന്നാണ് ഇന്ത്യൻ കോൺസുലേറ്റ് പോലും ചൂണ്ടിക്കാണിക്കുന്നത്. ഈ സമയത്ത് യുഎയിലെ എയർപോർട്ടുകൾ വഴി നാട്ടിലേക്ക് പോവുകയോ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ഇവിടുത്തെ എയർപോർട്ടുകളിലേക്ക് വരികയോ ഒക്കെ ചെയ്യുന്ന റെസിഡൻസ് വിസക്കാരെയും ഒപ്പം ഇവിടുത്തെ നിയമങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാത്ത വിസിറ്റ് വിസക്കാരെ എല്ലാം ഓർമ്മപ്പെടുത്തുകയാണ്. എയർപോർട്ട് എന്നുള്ളത് ഒരു പ്രധാന ടാർഗറ്റാണ് ഈ യുദ്ധസമയത്ത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ എയർപോർട്ടിൽ കാണേണ്ടാത്ത പല കാഴ്ചകളും നിങ്ങൾക്ക് മുന്നിൽ അരങ്ങേറും. ആ സമയത്തോ അല്ലാതെയോ എയർപോർട്ടിനുള്ളിൽ വെച്ച് ഒരു കാരണവശാലും നിങ്ങളുടെ മൊബൈൽ ഫോൺ വീഡിയോ എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നിയമപരമായിട്ട് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളത് ഞാൻ പറയുന്നതല്ല. ഈ ഒരു സംഭവത്തിന് ശേഷം യുഎയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് യുഎയിലേക്ക് വരുന്ന ഇന്ത്യക്കാരെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക സർക്കുലർ തന്നെ ഇന്ന് പുറത്തിറക്കിയിരിക്കുകയാണ്. ക്യാമറയിൽ ഏതെങ്കിലും വീഡിയോ പകർത്തി എന്നുള്ളത് കൊണ്ട് ഞാനെവിടെയും പോസ്റ്റ് ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വാദിക്കാം. പക്ഷേ നിങ്ങൾ എയർപോർട്ടിനകത്തൂടെ കടന്നു പോകുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് എന്തെങ്കിലും വീഡിയോ ഈ സമയത്ത് ചിത്രീകരിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി മാത്രം CCTV മാമന്മാർ മറ്റൊരു റൂമിൽ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ വീഡിയോ പകർത്തി എന്നറിയുന്ന നിമിഷം തന്നെ സെക്യൂരിറ്റി നിങ്ങളെ സമീപിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതാണ് നമ്മുടെ കഥാനായകൻ സുഭാഷിന് സംഭവിച്ചിട്ടുള്ളത്. ഇത് യുഎയിലെ മാത്രം സംഭവമല്ല. ഖത്തറിലും ഏതാണ്ട് 200ഓളം പേരാണ് ഇതുപോലുള്ള സമാന കുറ്റകൃത്യങ്ങൾ ചെയ്തു എന്നുള്ള ആരോപണത്തിൽ ഇപ്പോൾ ജയിലിൽ കഴിയുന്നത്. കുവൈറ്റിലും സൗദി അറേബ്യയിലും തന്നെ ആളുകൾ ജയിലിൽ കഴിയുന്നുണ്ട്. ഓരോ രാജ്യത്തും ചെല്ലുന്ന സമയത്ത് ലോ ഓഫ് ദ ലാൻഡ്, ആ നാട്ടിലെ നിയമം പാലിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിന് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും നിർബന്ധിച്ചിട്ടല്ലല്ലോ യുഎയിലോട്ടോ ഖത്തറിലോട്ടോ കുവൈറ്റിലോട്ടോ സൗദിയിലോട്ടോ ഇറാനിലോട്ടോ ഇസ്രായേലിലോട്ടോ ഒന്നും പോകുന്നത്. ആ രാജ്യത്തെ നിയമം പാലിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എല്ലാ ആവിഷ്കാര സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ട് നമുക്ക് നാട്ടിലിരുന്നിട്ട് ഇഷ്ടം പോലെ വീഡിയോ എടുക്കാലോ. അവിടെ നിൽക്കൂ. ഈ സമയത്ത് ഇവിടെ വന്ന് അപകടത്തിൽപ്പെടരുത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്.